ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷമാണിന്ന്. തിന്മയെ നന്മ ജയിക്കുന്ന, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള വരവ് എന്നൊക്കെ അർത്ഥം വരുന്ന തമസോമ ജ്യോതിർഗമയ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയുമാണ് ദീപാവലി ആഘോഷിക്കപ്പെടുന്നത്. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. അവ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായി ദീപാവലി കണക്കാക്കാറുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അസുര നിഗ്രഹത്തിനായി ദേവിയുടെ ഭദ്രകാളി അവതാരത്തെ പൂജിക്കുന്നതിനായി ദീപാവലി ആഘോഷിക്കുന്നു. മറ്റു ചിലയിടങ്ങളിലാകട്ടെ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ തൻ്റെ പതിയായി സ്വീകരിച്ചതിൻ്റെ ആഘോഷമായി ദീപാവലി ആഘോഷിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ സ്മരണാർത്ഥം കേരളത്തിൽ ചിലയിടങ്ങളിൽ ദീപാവലി ആഘോഷിക്കാറുണ്ട്. ചില സംസ്ഥാനങ്ങളിലാകട്ടെ ഭഗവാൻ ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തതിൻ്റെ ആഘോഷമായി ദീപാവലി ആഘോഷിക്കുന്നു. എല്ലാവർക്കും നന്മയുടെ പ്രതീകമായ ദീപാവലി ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.